നമ്മുടെ കൊച്ചിയിൽ മരിച്ചുപോയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയോ? വെൽക്കം ബാക്ക്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷന്റെ പിറകിൽ ഒരു കാട് മാത്രമല്ല, ഒരു ചരിത്രവും കിടന്നുറങ്ങുന്നുണ്ട്. അതിനു പിറകിൽ കൊച്ചി രാജാവിന്റെ ത്യാഗത്തിന്റെയും ഒരു സ്വപ്നത്തിന്റെയും ഒരു കഥയുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം കൊച്ചിയിലേക്ക് റെയിൽവേ എത്തിക്കണമെന്ന ആഗ്രഹവുമായി അന്നത്തെ കൊച്ചി മഹാരാജാവായ രാജാ രാമവർമ്മ രാജശ്രീ ബ്രിട്ടീഷ് അധികാരികളെ സമർപ്പിച്ചു എന്നാണ് ചരിത്രം. വിളിക്കുന്ന ആ കാര്യം നേരെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് സംഭവം റെഡിയാക്കി തരാം, പക്ഷെ ചിലവ് മൊത്തം രാജാവ് വഹിക്കണമെന്നാണ്. അങ്ങനെ ഫണ്ട് തികയാണ്ട് വന്നപ്പോൾ തൃപ്പൂണിത്തുറ പൂർണ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 14 നെറ്റിപ്പട്ടങ്ങളും അതിനോടനുബന്ധമായ വസ്തുക്കളും വിറ്റിട്ടാണ് അതിന് ഫണ്ട് കണ്ടെത്തിയതാണെന്ന് പറയുന്നത്. എന്നിട്ടും ഫണ്ട് തികയാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരന്റെ തലപ്പാവ് വരെ വിറ്റിട്ടാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചെന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരു കഷ്ടപ്പാടിനെ കളിയാക്കിക്കൊണ്ടും അതില്ലായ്മ ചെയ്തുകൊണ്ടിട്ടാണ് ഇത് ഇന്നീ കാണുന്ന ഈ കിടപ്പ് കിടക്കണം. കണ്ടാ, എന്ന് വേണമെങ്കിലും അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. അതൊരു കുറച്ച് ഇഷ്ടിയക്കല്ലുകൾ മാത്രം അല്ലെങ്കിൽ പൊടികൾ മാത്രം, ഒരു വേസ്റ്റ് മാത്രമായിട്ട് മാറാം. അവസാനം ഈ സ്ഥലം ആർക്കെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി കൈയടക്കി അവിടെ ഒരു വലിയൊരു ഫ്ലാറ്റാ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സാ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയാ വരും കുറെ നാളെയും. ഇന്നലല്ല, ഒരു 19-60 വർഷം കഴിയുമ്പോൾ വരും. അപ്പം നമ്മുടെ തലമുറയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. ഇന്ന് എനിക്ക് തന്നെ മര്യാദയ്ക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. ഒരു 50 വർഷം കഴിയുമ്പോൾ ഒരു 2 തലമുറ വരാൻ നേരത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആരായിരിക്കും ഇവിടെ ഭരിക്കണം? കോർപ്പറേറ്റുകളുടെ അധീനതയായിരിക്കും ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കയറി കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് കയറണമെന്നും അത് തുറന്നിട്ട് നിങ്ങളെയൊക്കെ കാണിച്ചു തരണമെന്നും. പക്ഷെ ഞാനതും പ്രതീക്ഷ വന്നത് വന്നപ്പോഴത്തേക്കും കണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ അഡ്മിഷൻ. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നോ അഡ്മിഷൻ, ആർക്കും അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഒരുപാട് പേര് കാണാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ മംഗളവനം സാങ്ച്വറി. അത് ഇഷ്ടം പോലെ പേര് വന്ന് കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇടക്കിടക്ക് വന്ന് പോകുന്നുണ്ട്. പക്ഷേ വന്ന ആരും ഈ തൊട്ടിപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് കാണാനോ മൈൻഡ് ചെയ്യാനോ പോകാലോ. വന്ന് അവിടെ മംഗളവനം കയറി കണ്ട് അപ്പം തന്നെ തിരിച്ചു പോകാനാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആണ്. ആ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിലില്ലേ, എത്ര പേര് അവിടെ കയറി കാണാമെന്നറിയോ? എത്ര പേര് എക്സ്പ്ലോർ ചെയ്താണ്, എത്ര ഫോറിനേഴ്സ് വന്നാണ്. അപ്പോൾ ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സമയം നമ്മുടെ ആർക്കുമില്ല, നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കുമില്ല. കാരണം അവർക്ക് തമ്മിലടിപ്പിക്കാനേ സമയമുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നശിച്ചു പോകുന്നുണ്ട്, നമുക്ക് പലർക്കും അറിയാം. അപ്പോൾ അതുപോലൊരു കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ഫ്രം ടോക്കിംഗ് ഫുഡി.